നമ്മൾ പ്രധാനമായും ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു വിഷയം വന്നപ്പോൾ എത്ര രൂപ നീക്കിവെച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും. അതായത് യുവജനക്ഷേമ കാര്യങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ 351.98 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതുമാത്രമല്ല 2025-2026 1000 കോടി രൂപ യുവജനങ്ങൾക്കായി അനുവദിച്ചു എന്നുള്ളതാണ്. അതായത് യുവജന കായിക മന്ത്രാലയത്തിന് മാത്രം 3794.30 കോടി രൂപ. അതായത് അടുത്ത വർഷം ഒളിമ്പിക്സ് അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. അത് നടക്കാതിരിക്കുമ്പോൾ തന്നെ ഇത്രയധികം തുക നൽകുന്നു എന്നുള്ളതാണ് ഈ യുവജനക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി. ദേശീയ കായിക ഫെഡറേഷനുകൾക്ക് മാത്രം കൊടുത്തത് 340 കോടി രൂപയാണ്. അതേപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന് 830 കോടി രൂപ. ഇങ്ങനെ യുവജനങ്ങൾക്ക് പ്രയോജനകരമായ അല്ലെങ്കിൽ അതിൻ്റെ കായികപരമായ ആവശ്യങ്ങൾക്ക് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്ര വിഹിതത്തിൽ കൃത്യമായ തുക മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് യുവജനങ്ങൾക്കായി ഒരു പദ്ധതിയില്ല, അവർക്കൊരു പദ്ധതി വിഹിതത്തിന് തുക നീക്കിവെക്കുന്നില്ല? ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ VP മിഥുൻ നമ്മൾ പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിനുപരിയായി പറഞ്ഞാൽ ഇത് തെറ്റായ കാര്യമല്ലേ? ഏത് സർക്കാർ ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, യുവജനങ്ങളുടെ ഇപ്പോൾ വയോജനങ്ങളുടെ ആവശ്യങ്ങൾ, സ്ത്രീകളുടെ ആവശ്യങ്ങൾ അവർക്കൊക്കെ വേണ്ട എന്നല്ല. പക്ഷേ യുവജനങ്ങളുടെ അവരൊരു പ്രതീക്ഷയാണ്. അവർക്ക് ഇവിടെ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അവർക്കിവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്കിവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്, തൊഴിൽ തേടി ഗൾഫ് നാടുകളിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ തൊഴിലില്ല. ഇവിടെ തൊഴിൽ ചെയ്താൽ അതിന് കൃത്യമായി സ്ഥിരതയില്ല, കൃത്യമായ വരുമാനമില്ല. സ്വന്തമായി ഒരു ചെറുകിട പദ്ധതി തുടങ്ങിയാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ വേണ്ടേ പറയാൻ, ഡോക്ടർ മിഥുൻ? ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എത്ര അലോക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നത്. കാരണം നമ്മൾക്ക് ഏത് തരത്തിലും വിഭവങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ്. ബജറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ബജറ്റ് സ്പീച്ചിനകത്തും ഒക്കെ അതുപോലെ തന്നെ എക്കണോമിക് സർവേയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഞെരുക്കം, സാമ്പത്തികമായി ഞെരുക്കിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ആ ഞെരുക്കമാണ് സ്വാഭാവികമായിട്ടും പല പദ്ധതികളും മറ്റു പല കാര്യങ്ങളും ചെയ്യാത്തതിന്റെ കാരണം എന്നുള്ള രീതിയിലാണ് ബജറ്റും ഈ ഇക്കണോമിക് സർവേയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തെ നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ചും നമ്മള് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് പറയുന്നത് 3.4 ആയിരുന്നു GSDP ഇട്ടത്. ഇതിപ്പം 3.5 റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ, ഇപ്പം 3.16 എന്നാണ്. പക്ഷെ നമ്മൾ ഈ കണക്കുകൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം ഫിസിക്കൽ സ്റ്റെബിലിറ്റി വന്നു, സ്വാഭാവികമായിട്ടും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ധനമന്ത്രി പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഓഫ് ബജറ്റ് ബോറോയിങ് വരില്ല. ഓഫ് ബജറ്റ് 2020-21 നമ്മള് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.1 പക്ഷെ ഓഫ് ബജറ്റ് ബോറോയിങ് അതിന്റെ കൂടെ കൂട്ടിയാൽ 5.7. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈവൻ നമ്മൾ പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ഈ ഓഫ് ബജറ്റ് ബോറോയിങ് വരുമ്പം ഇതാകെ മാറുകയും ചെയ്യും. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഇത് ഞെരുക്കം സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച ശേഷം മാത്രമേ, കാരണം വിഭവം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ വിഭവം ഇല്ലാത്തതിന്റെ കാരണം എവിടെയാണ്? 3 വഴിയിലൂടെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുമാനം വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ തനതായിട്ട് കിട്ടുന്ന വരുമാനം, നമ്മുടെ ഓൺ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ സെൻട്രൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റും മറ്റു കാര്യങ്ങളും, ഓൺ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, അതുപോലെ തന്നെ സെൻട്രൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും. മൂന്നാമത്തെ ബോർഡിങ്ങും, കടം വാങ്ങിക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കൂടാതെ 2 പ്രധാനപ്പെട്ട വരുമാനം കൂടിയുണ്ട് ഡോക്ടർ മിഥുൻ. അതായത് ലോട്ടറി, മദ്യം, ഇത് രണ്ടും നമ്മൾ വിട്ടുപോയി. നോൺ ടാക്സ് റവന്യൂവിൽ പെടുന്നതാണ്. ഓ ശരി. അത് നോൺ ടാക്സ് റവന്യൂവിൽ പെടുന്ന ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ലോട്ടറിയും അതിന്റെ ഏകദേശം ഒരു 90% നോൺ ടാക്സ് റവന്യൂവിൽ വരും. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കേന്ദ്രത്തിന്റെ വരുമാനമാണ് പ്രധാനം പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് പരിശോധിക്കാം. നമ്മൾ നോക്കുവാണെങ്കിൽ 10ാം ധനകാര്യ കമ്മീഷൻ മുതൽ ഇപ്പം 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 90-കൾക്ക് ശേഷം തന്നെ കേരളത്തിന്റെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയാൽ 3.88 ഇപ്പൊ 1.93 എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് കണക്കാണ്.
പക്ഷെ നമ്മൾ നോക്കിയാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് 13ാം ധനകാര്യ കമ്മീഷനേക്കാൾ കൂടുതൽ വരുമാനം ഈ 2015 മുതൽ 2022 വരെ ഗവൺമെന്റിന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് കിട്ടിയതെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് കുറഞ്ഞു, കേരളം എന്തുകൊണ്ട് ബെസ്കർ കേസിലേക്ക് എത്തിയെന്ന് മനസ്സിലാവും. കാരണം കേരളം 3 കാര്യങ്ങളെ അമിതമായി ആശ്രയിച്ചു. അത് ഒന്ന് എന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ ആണ്. കാരണം GST 2017 വരുമ്പോൾ 22 വരെ 5 വർഷം കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 5000 കോടിക്കടുത്തൊക്കെ വരും. അത് അപ്പം ഇയർലി വരും. അപ്പൊ അത്രയും എമൗണ്ട് ബജറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നു, സ്റ്റേറ്റിന് കിട്ടിക്കൊണ്ടിരുന്നു. കാരണം GST 5 വർഷം കഴിയുമ്പോൾ GSTയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 40% ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇല്ലാതെയാവും എന്നാണ് പറഞ്ഞത്. അപ്പം 22ഓടുകൂടി ഈ ഒരു വരുമാനം നിലച്ചു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. നമുക്കറിയാം 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് 9 സ്റ്റേറ്റുകൾക്കാണ് കൊടുത്തത് ഫൈനാൻസ് കമ്മീഷൻ. അപ്പൊ 9 സ്റ്റേറ്റുകൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ കേരളത്തിന് നല്ലൊരു ഷെയർ കിട്ടി. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്കറിയാം കോവിഡ് നടന്നു, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായി. അപ്പൊ ഇത് ഏകദേശം 19 സ്റ്റേറ്റുകൾക്ക് ഷെയർ ചെയ്തു പോയി. അപ്പൊ കേരളം കിട്ടുന്ന വരുമാനം കുറഞ്ഞു. അങ്ങനെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കുറഞ്ഞു. മൂന്നാമത് ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് കടപരിധി ഉൾപ്പെടുത്തുകയും അങ്ങനെ കേരളത്തിന്റെ കടമെടുക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾ GST കോമ്പൻസേഷൻ, റവന്യൂ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോയിങ്, ഈ 3ഉം ഒരു സർക്കാരിന്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വരുമാനമല്ല. ഇത് എപ്പോഴും ഒരു വരുമാനം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഓൺ സോഴ്സ് ഓഫ് റവന്യൂവിനാണ്, ടാക്സ് റവന്യൂവിനെയാണ്. ഗവൺമെന്റ് കൂടുതലായിട്ട് ഈ 3 സോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തു. പക്ഷെ കൃത്യമായിട്ട് അറിയാം 2022ഓടുകൂടി ഇത് കിട്ടില്ല എന്ന്. കാരണം ഒരു ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന പോലെയല്ല അടുത്ത ഫൈനാൻസ് കമ്മീഷൻ, സ്വാഭാവികമായിട്ട് മാറും. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കുറയുന്നറിയാം, അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ കുറയുന്നറിയാം, അതുപോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2 സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്, ഒന്ന് തെലുങ്കാനയും കേരളവും, മൂന്നാമത് കുറച്ച് ചെയ്യുന്നത് പഞ്ചാബാണ്. അപ്പോൾ ഈ ഓഫ് ബജറ്റ് ബോറോയിങ്ങിലേക്ക് എല്ലാ സ്റ്റേറ്റുകളും കൂടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഫിസിക്കൽ ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യും. അത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കും. കാരണം കേരളം ചെയ്യുന്ന പോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോയിങ്, കാരണം ബജറ്റിന്റെ ഏകദേശം 1%, GSDPയുടെ ഏകദേശം 1%, 1-1.5% ഓരോ വർഷവും ബോറോ ചെയ്യാം. അപ്പം ഇത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എല്ലാ സ്റ്റേറ്റുകളും ഇത് ചെയ്യുവാണ്, കേരളം ചെയ്യുന്ന പോലെ തന്നെ. കേരളം തെലുങ്കാനയാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ എല്ലാ സ്റ്റേറ്റുകളും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൊത്തം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം അൺഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, ഒരിക്കലും താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന, താൽക്കാലത്തെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നൽകുന്ന അൺഡിപ്പെൻഡബിൾ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്, സ്ഥിരമായി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത റവന്യൂ എന്ന് പറയുന്നതിനെ കൂടുതലായി ആശ്രയിക്കുകയും, കറക്റ്റ് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും 2016 മുതൽ 22 വരെ കേരളത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് സെൻട്രൽ ഷെയർ ആയിരുന്നു. അത് ടാക്സ് ഷെയർ അല്ല, ഗ്രാന്റ് ആയിരുന്നു. ഗ്രാന്റ് എന്ന് പറയുന്നത് ഈ 2 ഗ്രാന്റുകളാണ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റും അതുപോലെ തന്നെ GST കോമ്പൻസേഷനും. പക്ഷെ അത് സ്വാഭാവികമായിട്ടും GSTയുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ GST പെർഫോമൻസ് കുറവാണ്. നമ്മുടെ വരുമാനം നമ്മൾ ഏകദേശം 84,000 കോടി രൂപയൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വർഷം. പക്ഷെ 81,000 കോടി രൂപ എങ്ങാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ GSTയുടെ പെർഫോമൻസ് കുറവാണ്. നമ്മൾ GST റവന്യൂ വരുമാനം മൊബിലൈസ് ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ GST പോലുള്ള വരുമാനം കുറഞ്ഞതാണ് സംസ്ഥാനത്തിന് വിഹിതം കുറയാൻ കാരണം. പക്ഷേ ഇതൊന്നുമല്ല, സംസ്ഥാന സർക്കാർ പറയുന്നത് കൃത്യമായി കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, കൃത്യമായി വിഹിതം നൽകുന്നില്ല, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ശ്യാംകൃഷ്ണൻ, ഇതിനകത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഫൈനാൻസ് കമ്മീഷൻ എപ്പോഴും പരിഗണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഇൻകം സ്റ്റേറ്റും ലോവർ ഇൻകം സ്റ്റേറ്റും ഇവർ തമ്മിൽ ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫൈനാൻസ് കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത്. ഒരു നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ കേസിൽ മഹാരാഷ്ട്രക്ക് ഏകദേശം 18% കിട്ടിയിരുന്നത് ഇപ്പോൾ 6% കിട്ടുന്നത്. കർണാടകയ്ക്ക് കിട്ടിയിരുന്ന 4% ഇപ്പൊ ഏകദേശം 2%. പഞ്ചാബിന് കിട്ടിയിരുന്ന 4% ഇപ്പൊ ഏകദേശം 1.8%. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റുകൾക്കൊക്കെ മഹാരാഷ്ട്രക്കൊക്കെ 3 ഇരട്ടിയാണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത്രയും ഒരു കുറവ് കേരളത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് ഹയർ ഇൻകം ആയിട്ടുള്ള കൂടുതൽ പെർഫോം ചെയ്യുന്ന ഹയർ ഇൻകം സ്റ്റേറ്റുകൾക്ക് കുറഞ്ഞിട്ടുണ്ട്, ലോവർ ഇൻകം സ്റ്റേറ്റുകൾക്ക് സ്റ്റാഗ്നന്റ് ആവുകയോ കുറച്ച് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാധ്യതയാണ് ഈ ഒരു ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക സ്റ്റേറ്റുകൾ തമ്മിലുള്ളത് എന്നുള്ളത്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഈ കുറവ് സംഭവിച്ചു തുടങ്ങി 90-കളിലെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ചതല്ല. പക്ഷെ ഈ കുറവ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വരാനുള്ള കാരണം ഈ 2 കാര്യങ്ങളെ, അതായത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഗ്രാന്റിനെയും അതുപോലെ GST കോമ്പൻസേഷനെയും
ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അത് അതൊരിക്കലും ഒരു സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും അതെ, നമ്മുടെ സാമ്പത്തിക നയം കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാതെ വരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ GST വിഹിതം കുറയുന്നു, അതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അതിൽ കുറവ്, അതേപോലെ തന്നെ ഈ കടമെടുക്കാനുള്ള പരിധി വർദ്ധിക്കാതെ പോകുന്ന ഇത്തരം 3 കാരണങ്ങൾ കേരളത്തിൻ്റെ വരുമാനം കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് കൃത്യമായി അതിനകത്ത് രാഷ്ട്രീയം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയി കേന്ദ്രത്തിന് കൃത്യമായി വിഹിതം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്.